ഓക്കെ, ഇതുണ്ടോ അതിൻ്റെ ഇന്നത്തെ ഡിസ് കിച്ചണിൽ നമുക്കൊരു അടിപൊളി പ്രോൺസ് ആൻഡ് മഷ്റൂം മസാല ഉണ്ടാക്കി നോക്കിയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാനിലേക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ. ഓക്കെ, എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്, വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞു വെച്ചവനാണ്. ഓക്കെ, ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കണ്ടിച്ചിടാം. നീളത്തിൽ അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒരു മൂപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒനിയൻ സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് ഒനിയൻ. ഈ സവോള ഒരു 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ പുളി ആഡ് ചെയ്യുന്നില്ല, പുളി ചേർക്കുന്നില്ല, കുടംപുളിയോ വാളംപുളിയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ടൊമാറ്റോ ബേസാണിത്. ഓക്കെ, കുറച്ച് ടൊമാറ്റോ നമുക്കിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ ഒനിയൻ നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ കുറച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ കറി പൗഡേഴ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കറി പൗഡേഴ്സിൻ്റെ ആ റോ ടേസ്റ്റ് എല്ലാം ഒന്ന് പോയി കിട്ടാനാണ്. അതിലേക്ക് നമുക്ക് മഷ്റൂംസ് കൂണ് ഒരു 4 കണ്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏത് മഷ്റൂമും ഉപയോഗിക്കാം, പുറത്താണെങ്കിൽ പുറത്ത് കിട്ടുന്ന മഷ്റൂം ഉപയോഗിക്കാം. എനിക്കിന്നിവിടെ 2 ടൈപ്പ് മഷ്റൂം ഇരിപ്പുണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഒരു ഫ്ലാറ്റ് മഷ്റൂമും ഉണ്ട്, പിന്നെ ബട്ടൺ മഷ്റൂമും ഉണ്ട്. ഇതാണ് ബട്ടൺ മഷ്റൂം. പിന്നെ ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് നാട്ടിലൊക്കെ പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഫ്ലാറ്റ് മഷ്റൂം ഉണ്ട്. അതും ഞാനിത് 2 ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തങ്ങ് ഇടുക. എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിലേക്ക് വീണ്ടും മാറ്റുക. അതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മഷ്റൂം ഈ മസാലയിൽ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഈ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ടൊമാറ്റോസ് ഉണ്ട്, ഒരു മീഡിയം ടൈപ്പ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മഷ്റൂമിൻ്റെ മിക്സ് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും, കവർ ചെയ്ത് കുക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ പ്രോൺസും കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള നാച്ചുറലായിട്ടുള്ള ജ്യൂസസ് എല്ലാം ഇറങ്ങി
നമുക്ക് ആവശ്യത്തിന് ഗ്രേവി കിട്ടും ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോയോളം പ്രോൺസ് ഉണ്ട്. ടൈഗർ പ്രോൺസ് ആണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പ്രോൺസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഇതൊന്നൊരു 2-3 മിനിറ്റ്സ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. ആഹാ, പ്രോൺസ് അധികം നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ശരിക്കും ഒരു 5 മിനിറ്റ്സ് കൊണ്ട് പ്രോൺസ് നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മൾ നാട്ടിൽ ചിലപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയം കുക്ക് ചെയ്യാറുണ്ട്. ശരിക്കും ആക്ച്വലി നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത്, ഇതാർക്കെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിടേണ്ട കാര്യമില്ല. പക്ഷെ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് കുറച്ച് ഫൈൻ ചോപ്പ് ചെയ്ത് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തന്നെ ഒരു ലൈം ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക. നമ്മുടെ പ്രോൺ മസാല ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആർക്കെങ്കിലും കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വളരെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ ഗ്രേവിയാക്കി എടുക്കാം. ഇതൊരു സെമി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കറി ഇപ്പോൾ റെഡിയാണ്. പ്രോൺ ആൻഡ് മഷ്റൂം മസാല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇനി. ഓക്കെ, നമ്മുടെ പ്രോൺ ആൻഡ് മഷ്റൂം മസാല ഇവിടെ റെഡിയാണ്. നമുക്കിത് കുറച്ച് പൊറോട്ടയുടെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാടൻ പൊറോട്ട. ആഹാ, ഇതുണ്ടോ അതിൻ്റെ അടിപൊളി. ശേഷം പ്രോൺസ് എടുക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.